കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: സംഖ്യാപുസ്തകം 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലെയാമും ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലെയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും. അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറഞ്ഞു കുന്നിന്മേൽ കയറി. ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി. ബിലെയാം അവനോട്, ഞാൻ 7 പീഠം ഒരുക്കി ഓരോ പീഠത്തിന്മേൽ 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ഒരു വചനം ബിലെയാമിന്റെ നാവിന്മേലാക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണമെന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബ്യ പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്: ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വപർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രയേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രയേലിന്റെ കാലംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബിലെയാമിനോട്, നീ എന്നോട് ഈ ചെയ്തതെന്ത്? എന്റെ ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്. നീയോ അവരെ അനുഗ്രഹിക്കാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ, യഹോവ എന്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തുനിന്ന് കാണേണ്ടതിന് എന്നോടുകൂടെ വരിക. എന്നാൽ അവരുടെ ഒരറ്റ മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല. അവിടെ നിന്നും അവരെ ശപിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ഗ കൊടിമുടിയിൽ സോഫീം എന്ന മുൾപ്പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി 7 യാഗപീഠം പണിതു. ഓരോ യാഗപീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലെയാമിന് പ്രത്യക്ഷനായി അവന്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്: ബാലാക്കേ, എഴുന്നേറ്റ് കേൾക്ക. സിപ്പോരിന്റെ പുത്ര, എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് അത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിനു തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവൂ. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അപ്പോൾ ബാലാക്ക് ബിലെയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് ബിലെയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലെയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിതു 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും 1 കാളയെയും
ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. സംഖ്യാപുസ്തകം 24 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 24 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലെയാം കണ്ടപ്പോൾ അവന്റെ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബിലെയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്: ബേയോരിന്റെ മകനായ ബിലെയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്: യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രയേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാതികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവന്റെ തൊട്ടികളിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്നു, അവന്റെ വിത്തിനു വെള്ളം ധാരാളം. അവന്റെ അരജൻ ആകാകിലും ശ്രേഷ്ഠൻ, അവന്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിനു തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു, അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രം എയ്തു അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു. ഒരു സിംഹക്കണക്കെ തന്നെ ആർ അവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ബാലാക്കിന്റെ കോപം ബിലെയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ചു ബിലെയാമിനോട്: എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്കത്രേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലെയാം ബാലാക്കിനോട് പറഞ്ഞത്: ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ചു വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ, ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. വരിക, ഭാവികാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയതെന്നാൽ: ബേയോരിന്റെ മകൻ ബിലെയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്: ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമുലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഏദോം ഒരു അധീനദേശമാകും, ശത്രുവായ സേയിരും അധീനദേശമാകും. ഇസ്രയേലോ വീര്യം പ്രവർത്തിക്കും, യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: അമാലേക്ക് ജാതികളിൽ മുമ്പൻ, അവന്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: നിന്റെ നിവാസം ഉറപ്പുള്ളത്, നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു. എങ്കിലും കേനിന് നിർമ്മൂലനാശം ഭവിക്കും. അശ്ശൂർ നിന്നെ പിടിച്ചു കൊണ്ടുപോവാൻ ഇനി എത്ര? പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്: ഹാ, ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീം തീരത്ത് നിന്ന് കപ്പലുകൾ വരും, അവ അശ്ശൂരിനെ താഴ്ത്തും, ഏബേരിനെയും താഴ്ത്തും. അവനും നിർമ്മൂലനാശം ഭവിക്കും. അതിനുശേഷം ബിലെയാം പുറപ്പെട്ടു തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്കും തന്റെ വഴിക്ക് പോയി. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. റോമർ 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല, ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി
പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോട് ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റു ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. റോമർ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരു ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിവരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ. എങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നുന്ന മനുഷ്യനു അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ
അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. 71 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 71 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്കു ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കൈയിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കൈയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്നു അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണനു വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവരുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവർത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാരുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാനും വീണുകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളോവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടപെടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോയിരിക്കുന്നു. എന്റെ വായിൽ പുതുപാട്ട് പ്രിയൻ തരുന്നു. എന്റെ ഉള്ളം സ്നേഹത്താൽ നിറയുന്നു. എന്റെ രക്ഷകൻ വേഗത്തിൽ വരുമേ. എന്റെ ആകുലങ്ങളൊന്നു തീരുമേ. ഞാൻ നവ്യഗാനം വന്നു പാടുമേ. ഞാൻ നവ്യഗാനം വന്നു പാടുമേ. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ഇൻപമെനിക്കൊന്നും വേണ്ടായേ. രക്ഷകനാമേശുവിൻ സാന്നിധ്യം മതിയേ. അക്ഷയതയെ പ്രാപിച്ചു പറക്കുമേ. അക്ഷണത്തിൽ പ്രിയൻ എന്നെ ചേർക്കുമേ. ഹാ, എന്റെ ഭാഗ്യമാർക്കു വർണ്ണിക്കാം. ഹാ,
എന്റെ ഭാഗ്യമാർക്കു വർണ്ണിക്കാം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. നോക്കി ഞാൻ എന്റെ ഓട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം ബിരുദു ഞാൻ പ്രാപിക്കും. ലക്ഷോലക്ഷം ദൂതർ മുൻപാകെ ഞാൻ ജീവകിരീടമൊന്നു ചൂടുമേ. ഞാൻ ജീവകിരീടമൊന്നു ചൂടുമേ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. വീണനാദക്കാരെയും ഞാൻ കാണുമേ, വിൺദൂത സൈന്യത്തെയും വന്നു കാണുമേ. വിണ്ണദീപനാം തേജസ്സിൻ കാന്തനെ പൊന്നിൻ മൂടിധാരിയായി കാണുമേ. ഞാൻ വിൺപുരെ കാണും താതനെ. ഞാൻ വിൺപുരെ കാണും താതനെ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ജീവജലവാഹിനിയിൽ ദാഹം തീർക്കുമേ. ജീവവൃക്ഷത്തിന്റെ ഫലമന്നു തിന്നുമേ. ജീവദായകൻ യേശുവിൻ കൂടവേ. ജീവപറുദീസിൽ ഞാൻ വിശ്രാമം ചെയ്യുമേ. ഞാൻ ദൂതരെയും എന്നും വാഴുമേ. ഞാൻ ദൂതരെയും എന്നും വാഴുമേ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. നവ്യനാമം ധരിച്ചതൻ സിദ്ധന്മാർ നൂതന യെരൂശലേമിൽ വാഴും കാന്തയായി. താതൻ നാമം തന്നെറ്റിയിലുള്ളവർ താതൻ മുഖം കണ്ടു സിയോൻ തന്നിൽ വാഴുമേ. ഞാനും താതൻ മുഖം കണ്ടു വാഴുമേ. ഞാനും താതൻ മുഖം കണ്ടു വാഴുമേ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദം.